ചങ്ങായിമാരെ അമേരിക്കന്നുണ്ടല്ലോ ഒരു ക്രിസംഗിയിടില്ല ഒരു ഒന്നൊന്നര മാപ്പായിട്ട് വന്നിട്ട് കേട്ടാ. ഈ ചങ്ങായിടില്ല അമേരിക്കയിൽ ഇരുന്നിട്ട് അമേരിക്കക്ക് വേണ്ടിയും ഇസ്രായേലിന് വേണ്ടിയും ഘോരം പ്രസംഗിക്കുന്നതാണ്. ഈ ചങ്ങായിന്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ കുറച്ചു കാലം മുന്നേ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ചങ്ങായി ഇപ്പൊ മാപ്പായിട്ട് എന്തിനാ വന്നതെന്നറിയാം. അമേരിക്കയും ഇസ്രായേലും കൂടി ഇറാനെതിരെയുള്ള യുദ്ധം തുടങ്ങുന്നതിന്റെ അന്ന് ഇറാനിലുള്ള ഒരു സ്കൂൾ ആക്രമിച്ചിട്ട് അവിടെയുള്ള 160ഓളം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടിരുന്നല്ലോ. ആ സംഭവത്തിൽ മനുഷ്യത്വമുള്ള എല്ലാവരും ഇസ്രായേലിനെതിരെ അമേരിക്കക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും ഇവർ ചെയ്തത് മനുഷ്യത്വരഹിതമായ കാര്യമാണെന്നും എല്ലാവരും പറഞ്ഞിരുന്നല്ലോ. പക്ഷെ അന്ന് ട്രംപും നെതന്യാഹുവും പറഞ്ഞ കാര്യം അയ്യോ നമ്മളിത് ചെയ്തില്ല, നമ്മൾ അങ്ങനെ ചെയ്യുന്ന ആളല്ല എന്നാണ് ട്രംപ് നെതന്യാഹു എന്ന് പറഞ്ഞത്. എന്നിട്ട് അവർ വേറൊരു കാര്യം കൂടി പറഞ്ഞു, ഈ ചെയ്തത് ഇറാൻ തന്നെയാണെന്ന്. അതായത് ഇറാനിലെ സ്കൂളിന് ബോംബിട്ടത് ഇറാൻ തന്നെയാണ്. അതിന് അവര് പറഞ്ഞ കാരണം ഉണ്ടല്ല, അങ്ങനെ ചെയ്തിട്ട് അത് ഇസ്രായേലിന്റെ അമേരിക്കന് പേരിട്ടെങ്കിൽ ഇറാന് നല്ല സാതാപം, ലോകരാജ്യങ്ങളുടെ സാതാപം കിട്ടും. അതുമാത്രമല്ല അമേരിക്കക്കും ഇസ്രായേലിനും ലോകരാജ്യങ്ങളുടെ ശത്രുതയും കിട്ടും. അതിനുവേണ്ടി ഇറാൻ ചെയ്ത നാടകമാണെന്നാണ് അന്ന് ട്രംപും നെതന്യാഹുവും ഈ സംഭവത്തെ പറഞ്ഞത്. ആ സംഭവം ഉണ്ടല്ല, ഈ ക്രിസംഗി അമേരിക്കയിലുള്ള ഈ ക്രിസംഗി ഉണ്ടല്ല അതുപോലെ ഏറ്റെടുത്തിട്ട് അതുപോലെ വന്ന് സോഷ്യൽ മീഡിയ പറഞ്ഞിരുന്നു. അതായത് ഇറാൻ തന്നെയാണ് ഇറാനിലെ സ്കൂൾ ആക്രമിച്ചതും ഇറാനിലെ കുട്ടികളെ ഇല്ലാതാക്കിയെന്നും ഈ വേട്ടവളി ക്രിസംഗി അന്ന് വന്നിട്ട് ഘോരം പ്രസംഗിച്ചിരുന്നു. ആ വീഡിയോന്റേതായുള്ള ഈ ക്രിസംഗിക്ക് നല്ലത് വന്നവരും പോയവരുണ്ടല്ല നല്ലോണം കൊടുത്ത് അങ്ങനെ നല്ലോണം കിട്ടിയപ്പോ വേറെ രക്ഷയില്ലാന്ന് തോന്നിയപ്പോഴാണ് ഈ ക്രിസംഗിയുള്ള ഇപ്പൊ മാപ്പായിട്ട് വന്നത്. നമുക്കാദ്യം തന്നെ ഈ ക്രിസംഗി പറഞ്ഞ മാപ്പൊന്ന് കേട്ടിട്ട് വന്നാലോ, അതിനുശേഷം ഇവന് കൊടുക്കാനുള്ള ബാക്കി കൊടുക്കാം. ഈ ഇറാൻ യുദ്ധത്തിന്റെ ആദ്യ ദിവസം തന്നെ ഒരു ബോംബിംഗ് നടന്നല്ലോ ഒരു എലമെന്ററി സ്കൂളിൽ ഇറാനിലെ. ആ ബോംബിങ്ങിൽ ഏതാണ്ട് 180ഓളം പേർ മരണപ്പെട്ടു, മിക്കവാറും എല്ലാവരും പിഞ്ചു പൈതങ്ങൾ. അന്ന് തന്നെ ഇറാനിയൻ ഗവൺമെന്റ് പറഞ്ഞത് അത് ഇസ്രായേലി അല്ലെങ്കിൽ അമേരിക്കൻ ബോംബാക്രമണമാണ് ഈ സ്കൂളിനെതിരെ നടന്നത് എന്നാണ്. എന്നാൽ ഇസ്രായേലും അമേരിക്കയും അത് നിഷേധിച്ചു. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അമേരിക്ക പറഞ്ഞത് അത് ഇറാനിയൻസിന്റെ ഒരു ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ആയിരുന്നു. ഫോൾസ് ഫ്ലാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറ്റം ചെയ്തിട്ട് അത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പുറത്തു വയ്ക്കാനായിട്ട്. അതായത് ഈ ബോംബിംഗ് നടത്തിയത് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് ആയിരുന്നു, അവരുടെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലെ കിട്ടിയ വാർത്ത അനുസരിച്ച് AP അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തതാണ് അത് അമേരിക്കയ്ക്ക് പറ്റിയ ഒരു കയ്യബദ്ധമാണ്, അവരുടെ ഇന്റലിജൻസ് വിഭാഗത്തിന് പറ്റിയ ഒരു കൺഫ്യൂഷനാണ്, യുദ്ധത്തിന്റെ പുകമറയിൽ അല്ലെങ്കിൽ അഫോഗ് ഓഫ് വാർ അതിൽ നടന്ന ഒരു അബദ്ധമാണ് എന്ന് അമേരിക്കൻ ഭരണകൂടത്തിലെ 2 ഉന്നത ഉദ്യോഗസ്ഥർ APയോട് സമ്മതിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഒഫീഷ്യലി അമേരിക്ക അത് സമ്മതിച്ചിട്ടില്ല. അമേരിക്കൻ പ്രസ് സെക്രട്ടറി, വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരലിൻ ലെവിറ്റ് പറഞ്ഞത് ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞ പോലെ 2 ഉദ്യോഗസ്ഥരെ സമ്മതിച്ചിട്ടുണ്ട് അമേരിക്കയ്ക്ക് പറ്റിയ ഒരു അബദ്ധമായിരുന്നു എന്ന്. അമേരിക്കൻ ഗവൺമെന്റ് അതിൽ ഖേദിക്കുന്നു എന്നും അവർ വെളിപ്പെടുത്തി. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അന്ന് കുറ്റപ്പെടുത്തിയതും ഈ റവല്യൂഷണറി ഗാർഡ്സിനെയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉദ്ധരിച്ചാണ് ഞാനും റിപ്പോർട്ട് ചെയ്തത്. ഈ വീഡിയോയിൽ കൂടി ഞാനും പറഞ്ഞു അത് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു എന്ന് അമേരിക്കയെ കുറ്റപ്പെടുത്തുവാനായിട്ട്, അതായത് ഇറാനിയൻ ജനതയുടെ സിമ്പതി പിടിച്ചു വാങ്ങാനായിട്ട്, അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ പിൻവലിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ റോങ്ങായി റിപ്പോർട്ട് ചെയ്തതിൽ തീർച്ചയായിട്ടും ഞാനും ഖേദിക്കുന്നു. തീർച്ചയായിട്ടും ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇല്ല ചങ്ങായി, താനുണ്ടല്ല താൻ മനഃപൂർവ്വം തന്നെ ഈ പച്ചക്കള്ളം പറഞ്ഞ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം താനൊക്കെ ഉണ്ടല്ലോ വായി എടുത്തെങ്കിൽ പച്ചക്കള്ളം മാത്രമേ പറയാറുള്ളൂ. പിന്നെ താനെന്താ പറഞ്ഞത് 160 മുകളിൽ കുഞ്ഞുങ്ങൾ മരിച്ചിട്ട് ഒരു കയ്യബദ്ധം പറ്റിയിരുന്നു അമേരിക്കക്ക്. എന്നിട്ട് നാണുമാനും ഉളുപ്പിലേണ്ട ഒരു മാപ്പിൽ തീർന്നോളൂ. ആ 160 കുഞ്ഞുങ്ങളുടെ നിരപരാധികളായ കുഞ്ഞുങ്ങളുടെ മരണത്തിന്റെ ഉത്തരം ആ ഒരു മാപ്പിൽ കഴിഞ്ഞു. അമേരിക്കക്കും ഇസ്രായേലിനും പറ്റുമ്പോഴൊക്കെ കയ്യബദ്ധം അല്ലേ, അവർക്ക് മാത്രം കയ്യബദ്ധം. നേരെ മറിച്ച് ഇറാനായിരുന്നു ഈ സംഭവങ്ങളിൽ എന്തൊക്കെ പുകിലായിരിക്കും ലോകരാജ്യങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് നാണുമാനും ഉളുപ്പിലാണ്ട് വന്നിട്ട് പറയുന്നത് കയ്യബദ്ധം അതിനൊരു മാപ്പും. ഇത്രയും വലിയ ക്രൂരത ചെയ്ത നെതന്യാഹുവിനും ട്രംപിനുണ്ടല്ല ആര് മാപ്പ് കൊടുത്താലും ദൈവം മാപ്പ് കൊടുക്കില്ല. അതിന്റെ കൂടി ഉണ്ടല്ലോ ആ 160 നിരപരാധികളായ കുഞ്ഞുങ്ങളുടെ മരണത്തിനെ ഇത്രയും നിസാരമാക്കിയ വെറും കയ്യബദ്ധമാക്കിയ തനിക്കും ദൈവം തരാനുള്ളത് തന്നിരിക്കും. പിന്നെ താൻ ഇപ്പൊ വന്നിട്ട് ഈ മാപ്പ് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ? തന്റെ വീഡിയോന്റെ തായിൽ നല്ല നെഗറ്റീവ് കമന്റുകൾ വരാൻ തുടങ്ങിയതിനു ശേഷം മാത്രമാണ് താനിപ്പോ വന്നിട്ട് ഈ വൃത്തികെട്ട മാപ്പ് പോലും പറഞ്ഞത്. ഈ എന്തോ അവിടെ ഇരുന്നുണ്ടല്ലോ ഭയങ്കരമായ വിശ്വാസയോഗ്യമുള്ള ആളുകൾ ലെവലാണ് പച്ചക്കള്ളം പറയല്. അതും ആര് പറഞ്ഞിട്ട് ലോകത്തെ ഏറ്റവും വലിയ പച്ചക്കള്ളം പറഞ്ഞ ട്രംപും നെതന്യാഹുവും പറഞ്ഞ കാര്യം വിസിറ്റാണ് ഈ ആ പച്ചക്കള്ളം എന്തോ ഭയങ്കര സത്യമായിട്ട് പറയല്. ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ തള്ളും നുണയും പറഞ്ഞ 2 ആളുണ്ടെങ്കിൽ അത് ട്രംപും നെതന്യാഹാണെന്ന് ലോകം തന്നെ അംഗീകരിച്ചതാണ്. സ്വന്തം രാജ്യത്തെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാൻ മാത്രം ക്രൂരന്മാരല്ല ഇറാൻ. പക്ഷേ അങ്ങനത്തെ വൃത്തികെട്ട പണി എടുക്കുന്നവർക്ക് മാത്രമേ അതുപോലുള്ള വൃത്തികെട്ട കള്ളങ്ങൾ പറയാനും പറ്റൂ.
പറ്റുള്ളൂ. അതായത് ട്രംപ് നെതന്യാഹു ഉണ്ടല്ല, ഇതിനു മുന്നേ ഉണ്ടല്ല ഇതുപോലത്തെ വൃത്തികെട്ട പണി എടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അത്രയും വൃത്തികെട്ട ആരോപണം അവർ വേറൊരാൾക്കെതിരെ ഉന്നയിക്കുന്നത്. അതായത് നിങ്ങളൊക്കെ പൊലിപ്പിച്ച് പറഞ്ഞ ഒക്ടോബർ 7 കഥയുണ്ടല്ല, ആ ഒക്ടോബർ 7 കഥയിലെ വില്ലൻ ചിലപ്പോൾ ഉണ്ടല്ല നിങ്ങളെ നെതന്യാഹു തന്നെയായിരിക്കും, നിങ്ങളെ നെതന്യാഹു തന്നെ. കാരണം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടായത് നെതന്യാഹുവിന് തന്നെയാണ്. അയാളുടെ കേസ് ഉണ്ടല്ല, അയാളുടെ കേസ് ഇപ്പോഴും കോടതിയിൽ നിന്ന് എടുത്തിട്ടില്ല. ആ കേസ് ഇല്ലാതാകാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇത്രയും അക്രമം നടന്നത് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന്റെ വില്ലൻ ഉണ്ടല്ല നെതന്യാഹു തന്നെയായിരിക്കും. കാരണം ഇറാനെതിരെ ഇത്രയും വൃത്തികെട്ട ആരോപണം, ഇത്രയും വൃത്തികെട്ട കള്ളം അയാൾ പറഞ്ഞെങ്കിൽ അയാൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ല മുന്നേ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ക്രിസക്കി ഭയങ്കരമായ വിശ്വാസയോഗ്യമുള്ള ആളാണെന്ന് പറ്റും. നീയൊക്കെ തള്ളുണ്ടല്ല, നീയൊക്കെ വെറും പച്ചക്കള്ളം മാത്രമാണ് പറയുന്നത്. ഇതോടുകൂടി തെളിഞ്ഞു. കാരണം നീയൊക്കെ ഈ പച്ചക്കള്ളം പറയുന്നുണ്ടല്ല സംഘികളെയും ക്രിസംഖികളെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം ഈ കെട്ട കാലത്തുണ്ടല്ല മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റീച്ച് കിട്ടുമെന്ന് നിനക്ക് നല്ലോണം അറിയാം. അതിനുവേണ്ടി റീച്ചിന് വേണ്ടിയും പൈസക്ക് വേണ്ടി മാത്രമാണ് നീ ഇത്തരം വൃത്തികെട്ട കള്ളമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷെ തന്നെ പോലത്തെ വിവരമില്ലാത്ത ആൾക്കാർ മനസ്സിലാക്കാതെ പോകുന്ന കാര്യം എന്താ അറിയാം? ട്രംപ് നെതന്യാഹു ആക്രമിക്കുന്നത് മുസ്ലിം രാജ്യത്തെയല്ല, മുസ്ലിങ്ങളെയല്ല, അവരാക്രമിക്കുന്നത് മാനവരാശിയാണ്. ഇന്ന് മുസ്ലിങ്ങൾക്ക് നേരെയാണ് അവർ അക്രമം നടത്തിയെങ്കിൽ നാളെ ഉണ്ടല്ല ഹിന്ദുക്കൾക്ക് നേരെയായിരിക്കും, മറ്റന്നാളുണ്ടല്ല അത് ക്രൈസ്തവ രാജ്യത്തിനെതിരായിരിക്കും. അവർക്ക് വേണ്ടതുണ്ടല്ല ഓരോ രാജ്യത്തിന്റെയും വിഭവങ്ങളാണ്. അത് എണ്ണയായിരിക്കും, മറ്റു പലതുമായിരിക്കും. അതിനുവേണ്ടി മാത്രമാണ് അവർ ഈ അക്രമം നടത്തുന്നത്. അല്ലാണ്ട് അവർക്ക് മുസ്ലിം രാജ്യമെന്നോ ഹിന്ദു രാജ്യമെന്നോ ക്രൈസ്തവ രാജ്യമെന്നോ ഒരു നോട്ടവുമില്ല. പണം മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇന്ന് അവർ മുസ്ലിം രാജ്യത്തിനെതിരെയാണെങ്കിൽ നാളെ അവര് നമ്മുടെ നേരെയും എത്തുമെന്ന് നമുക്ക് ബോധമുണ്ട്. പക്ഷെ നിന്നെ പോലത്തെ ടീമുണ്ടല്ല ബോധവും വിവരവും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഇനി നമുക്കുള്ള ഈ വേട്ടാവളിയും പറഞ്ഞ ഏക ഒരു സത്യം കേട്ടിട്ട് വന്നാലോ? ഇത്രയും കാലം ഈ വേട്ടാവളിയും വീഡിയോ കണ്ടല്ല ഇതുവരെ ഇസ്രായേലിൽ ഒരു മിസൈലും ഒരു മണ്ണാങ്കട്ടിയും പതിച്ചിട്ടില്ലെന്നാണ് ഇതുവരെ തള്ളിയത്. പക്ഷെ ഇന്നെന്തോ മാപ്പ് പറഞ്ഞത് കൊണ്ടാണെന്ന് അറിയില്ല, ഇന്നുണ്ടല്ലോ ഒരു സത്യം പറഞ്ഞു. നമുക്ക് ആ സത്യം ഒന്ന് കേട്ടിട്ട് വന്നാലോ? ഇന്നലത്തെ മെയിനായിട്ടുള്ള വാർത്ത, ഹെസ്ബുള്ള ലബനാനിൽ നിന്ന് 100-120ഓളം മിസൈൽസ് ഒരേ സമയം ഇസ്രായേലിലേക്ക് വിട്ടു. അതിന്റെ ഉദ്ദേശം എന്താണ്? അതിന്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേലി കവചത്തെ അയൺ ഡോമിനെ ഓവർവെൽം ചെയ്യുക. ഒറ്റയ്ക്കും തെറ്റയ്ക്കും അല്ലെങ്കിൽ 10-15 മിസൈൽസ് വിടുമ്പോഴത്തേക്കും ഈ അയൺ ഡോമിന് അതിനെ വെടിവെച്ചിടാം. അപ്പോൾ ഈ 100-120 മിസൈലുകൾ ഹെസ്ബുള്ള വിട്ടതിൽ ഏതാണ്ട് പകുതിയോളം അയൺ ഡോം തടഞ്ഞു, വെടിവെച്ച് താഴെയിട്ടു. പക്ഷേ ബാക്കി 50%, അതായത് 50-ലധികം മിസൈൽസ് ഇസ്രായേലിൽ പതിച്ചു. അതിൽ നാശനഷ്ടം എത്ര ഉണ്ടായി എന്നറിയത്തില്ല, എത്ര വിപുലമായിട്ടുള്ള നാശനഷ്ടമാണ് ഉണ്ടായതെന്ന് അറിയത്തില്ല. പക്ഷേ 20ഓളം ഇസ്രായേലി പൗരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മറ്റ് നാശനഷ്ടങ്ങളെപ്പറ്റി കൃത്യമായ വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല. നിനക്ക് കൃത്യമായിട്ട് മറ്റു വിവരങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. നീ ഒരു കാര്യം സമ്മതിച്ചല്ല, ഇസ്രായേലിൽ മിസൈലുകൾ വീണെന്നുള്ള ആ സത്യം നീ സമ്മതിച്ചല്ലോ. ആ സംഭവത്തിൽ ഇസ്രായേലിൽ ജീവഹാനി ഉണ്ടായെന്ന് സമ്മതിച്ചല്ലോ. അത് മതി നമുക്ക്. ഇവനുണ്ടല്ലോ ഇതുവരെ ഇവന്റെ വീഡിയോയിൽ എവിടെയും ഇങ്ങനെയുള്ള സത്യം എവിടെയും സമ്മതിച്ചില്ല. കാരണം അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ ഇവന്റെ വീഡിയോ ഉണ്ടല്ല സംഖ്യകളും ക്രിസംഖ്യകളും കാണൂല. ഇസ്രായേൽ ഉണ്ടായ നഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ വീഡിയോ കാണൂലല്ലോ. പക്ഷെ എന്താണെന്നറിയില്ല, ഇന്ന് മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് ഒരു സത്യവും ഈ വേട്ടാവളെ അങ്ങ് പറഞ്ഞു കേട്ടാവും. അതുകൊണ്ട് ക്രിസംഖി താനും തന്നെ നെതന്യാഹു ട്രംപുണ്ടല്ല അവിടെ നടന്ന എല്ലാ നഷ്ടങ്ങളും എത്രമാത്രം മറച്ചു വെച്ചാലും, അവിടെ ഉണ്ടായ എത്ര ജീവഹാനികളും മറച്ചു വെച്ചാലും അതൊക്കെ ഉണ്ടല്ല പുറത്തു വരും. അതൊക്കെ നമ്മളുണ്ടല്ല ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇസ്രായേലിൽ ഭീമമായ നഷ്ടവും ഒരുപാട് ജീവഹാനി ഉണ്ടായിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ഇസ്രായേലും ട്രംപും ഉണ്ടല്ല അതൊരിക്കലും അംഗീകരിക്കില്ല. നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും സത്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ക്രിസംഖ്യാണ് നിങ്ങളെ നമുക്ക് തീരെ വിശ്വാസമില്ല. ഇന്ന് മാപ്പ് പറഞ്ഞാൽ നിങ്ങളുണ്ടല്ല നാളെ ഇതിലും വലിയ പച്ചക്കളായിട്ട് വീണ്ടും വരും നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ആദ്യം നാണവും മാനവും മാപ്പുമായിട്ട് വീണ്ടും വരും. അപ്പൊ എന്തായാലും ചെയ്ത വൃത്തികെട്ട കാര്യത്തിന് ഒരു മാപ്പെങ്കിലും പറഞ്ഞ ഈ വേട്ടാവളെയും ക്രിസംഖിക്കും പിന്നെ അന്വേഷിക്കപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സൂലാൻ.